ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാം. ആദ്യമായിട്ട് നമുക്കതിലേക്ക് പെരുംജീരകം 1/2 ടീസ്പൂൺ, പിന്നെ നല്ല ജീരകം 1/2 ടീസ്പൂൺ, കുരുമുളക് 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് ചൂടാക്കാം. ചെറിയ തീയിലിട്ട് ജസ്റ്റ് 1-2 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുത്തു. ഇനി നമുക്കൊരു പാത്രം വയ്ക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ കുറച്ച് വേണ്ടവർ കുറച്ചൊഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ പാകത്തിന് നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അതനുസരിച്ച് എടുക്കുക. ഇതൊരു 10 ചെറിയുള്ളിയും ഒരു സവാളയും, പിന്നെ കുറച്ച് 1 ഇഞ്ച് നീളത്തിലെ ഇഞ്ചിയും, പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും 2 പച്ചമുളകും ഇത്രയും ഇതിലിട്ടിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ എത്ര ചിക്കൻ എടുക്കുന്നോ അതനുസരിച്ച് എടുക്കുക. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ ചിക്കൻ്റെ കാര്യമാണ് പറയുന്നത്. കറി ലീവ്സും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കൂടുതലൊന്നും ഇടണ്ട, കുറേശ്ശെ, പിന്നെ ഉപ്പ് ആവശ്യത്തിനും ഇട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യുക. അതിനുശേഷം സവാള വഴറ്റിയതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത്, കൂടാതെ ആവശ്യത്തിന് ഉപ്പ്. ഞാൻ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തുകൊണ്ട് ഈ സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അതുപോലെ 2 ചെറിയ തക്കാളിയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു നല്ല റെസിപ്പിയുമാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കുരുമുളക് വെച്ചുണ്ടാക്കുന്നത് കൊണ്ട്, അതായത് പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ മുളക് പൊടി വളരെ കുറച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലകളും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. എരിവ് വേണ്ടാത്തവർ, ഒട്ടും എരിവ് കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇതിടേണ്ട ആവശ്യമില്ല. ഈ പെപ്പർ പൗഡർ ഓപ്ഷണലാണ്. കാരണം ഓൾറെഡി കുരുമുളക് ഇട്ടതുകൊണ്ട്, നമ്മൾ ആ മസാല പൊടിച്ചപ്പോൾ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ആവശ്യത്തിന്, വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക. കുരുമുളക്, ഉപ്പ്, മുളകൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലർക്ക് എരിവ് കൂടാം, ചിലർക്ക് കുറയാം. അപ്പോൾ അതൊക്കെ അനുസരിച്ച് ഇടുക. നമുക്കിതിലേക്ക് തേങ്ങ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. ഇത് ഏകദേശം ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തന്നെ ഉണ്ട്. ചെറിയ തേങ്ങയായിരുന്നു, അതിൻ്റെ അരമുറി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ കൂടെ ഇട്ട് കഴിക്കുമ്പോൾ. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, നല്ലപോലെ വറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ പെപ്പർ ചിക്കൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തി ആയാലും ചോറായാലും ഇത് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.